ഹേ ഗൈസ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പം നമ്മളിന്ന് കക്ക റോസ്റ്റാണ് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. അതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിനു വേണ്ടി നമ്മളിവിടെ ഒരു 15 ചെറിയുള്ളി എടുത്തിട്ടുണ്ട്, പിന്നെ 2 പച്ചമുളക്, 4-5 അല്ലി വെളുത്തുള്ളി, പിന്നെ ഇഞ്ചി കൊത്തി അരിഞ്ഞത്. നമ്മുടെ എരിവിനനുസരിച്ച് നമുക്ക് പച്ചമുളക് ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് പാനിലേക്ക് നല്ല വെളിച്ചെണ്ണയാണ് ഇതിന് ഏറ്റവും നല്ലത്. വെളിച്ചെണ്ണ ആഡ് ചെയ്യാം. 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇപ്പോൾ കടുക് നന്നായിട്ടൊന്ന് പൊട്ടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി ആഡ് ചെയ്യാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മൾ പച്ചമുളകും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ എരിവിനനുസരിച്ച് പച്ചമുളക് ആഡ് ചെയ്യാം. ഇനി ഇതൊന്ന് ബ്രൗൺ കളർ ആവുന്നവരേക്കും വെയിറ്റ് ചെയ്യാം. അപ്പോൾ അതിനായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് നല്ലൊരു ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന ചെറിയുള്ളി 15 ചെറിയുള്ളി അരിഞ്ഞത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മൂത്ത് വരണം. ചെറിയുള്ളി പെട്ടെന്നൊന്ന് മൂത്ത് കിട്ടാൻ വേണ്ടി നമ്മൾ ഇതിലേക്ക് ഉപ്പ് ആഡ് ചെയ്യുന്നുണ്ട്. എല്ലാവരും ഈ ഒരു റോസ്റ്റ് ട്രൈ ചെയ്യണം. നല്ലൊരു റോസ്റ്റാണ്. അതേപോലെ ഈ ഒരു കക്ക റോസ്റ്റ് വളരെ നല്ലൊരു റെസിപ്പിയാണ്. എല്ലാവരും ടൈം ഉണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്യണം. ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ ആയാലും ഡിന്നറിൻ്റെ കൂടെ ആയാലും ലഞ്ചിൻ്റെ കൂടെ ആയാലും വളരെ നല്ല രീതിയിൽ പോകുന്ന നല്ലൊരു കക്ക റോസ്റ്റാണ്. ടൈം ഉണ്ടെങ്കിൽ എല്ലാവരും ഇത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതെല്ലാം നന്നായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. നല്ല സ്മൂത്തായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കറിവേപ്പില ആഡ് ചെയ്യാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് പൊടികൾ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനായിട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നീട് വേണ്ടത് 3/4 ടേബിൾ സ്പൂൺ ഗരം മസാല, 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, കുരുമുളക് പൊടി 3/4 ടേബിൾ സ്പൂൺ. ഇനി ഈ പൊടികളെല്ലാം ഒരു സ്പൂൺ വെച്ച് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ചെറിയുള്ളി എല്ലാം നന്നായിട്ടൊന്ന് വഴന്നു വന്നിട്ടുണ്ട്. നമുക്ക് നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന പൊടികൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ പൊടികളുടെ പച്ചമണം മാറുന്നത് വരേക്കും നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ പൊടികളെല്ലാം ഒന്ന് ആഡ് ചെയ്യുന്നതിന് മുമ്പായിട്ട് തന്നെ ലോ ഫ്ലെയിം ആക്കിയിട്ട് വേണം ഇത് ആഡ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ പൊടികളെല്ലാം നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് നേരത്തെ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന കക്ക ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് കക്കയും ആ അരപ്പും കൂടെ ഒന്ന് മിക്സ് ആകുന്നത് വരേക്കും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഗൈസ്, നമ്മൾ ഈ കക്കയും ആ അരപ്പും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിതിനൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇതൊരു 10 to 15 മിനിറ്റ്സ് നമുക്ക് മൂടി വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ഇടയ്ക്ക് നമ്മളിതൊന്ന് ഓപ്പൺ ചെയ്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ ഇത് അടിയിൽ പിടിക്കാനുള്ള സാധ്യതയുണ്ട്. പിന്നെ നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിലാണെങ്കിൽ വലിയ കുഴപ്പമൊന്നുമില്ല. ഇത് മൺചട്ടിയിലായതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ ഒരു 15 മിനിറ്റ്സ് കഴിഞ്ഞു. നമ്മുടെ കക്ക റോസ്റ്റ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം. ലാസ്റ്റ് നമ്മൾ കുറച്ച് കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾ മറക്കരുത്. അപ്പം നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.